അവസാന നിമിഷങ്ങളാണ് അല്ലെ, അന്ത്യചുംബനം നൽകുകയാണ് പ്രിയപ്പെട്ടവർ. ശ്രീധരൻ. ദിവിഷ്, CJ റോയ്ക്ക് വിട വാങ്ങാൻ ഒരുങ്ങുകയാണ് ഈ ബംഗളൂരു നഗരം. ഇപ്പോൾ അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് വളരെ അടുത്ത് വേണ്ടപ്പെട്ട ആളുകൾ അന്ത്യചുംബനം നൽകി അദ്ദേഹത്തിന് യാത്രയാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ, അതുപോലെ തന്നെ മക്കൾ, ഭാര്യ, അടുത്ത സുഹൃത്തുക്കൾ തുടങ്ങിയവരാണ് അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്നത്. ഇവരെല്ലാം തന്നെ അദ്ദേഹത്തിന് യാത്ര നൽകുന്നതിന് വേണ്ടി, അതായത് ഇനിയൊരു മടക്കമില്ല എന്ന ഒരു നിലയിൽ അദ്ദേഹത്തിന് ഇനി അദ്ദേഹത്തിന് അന്ത്യചുംബനം നൽകി അദ്ദേഹത്തെ യാത്രയാക്കുകയാണ്. നേരത്തെ പള്ളിയിലെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഇവിടെ ഈ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ഈ റിസോർട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ തന്നെ ഈ ഭൗതിക ശരീരം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമത്തിനുള്ള സൗകര്യം ഒരുക്കും. അത് അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷമാണ്. ഈ ഭൂമിയിൽ തന്നെ, ഈ മണ്ണിൽ തന്നെ അലിഞ്ഞു ചേരണമെന്നുള്ളൊരു ആവശ്യം, ഒരു അന്ത്യാഭിലാഷം അദ്ദേഹം അറിയിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ കാണാനുള്ള ആളുകളെല്ലാം കണ്ടു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം മണ്ണിലേക്ക് അലിഞ്ഞു ചേരാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പെട്ടി അടയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ തോതിലുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്യുകയും ചെയ്തു. അതായത് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, ബംഗളൂരുവിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രവാസ ലോകത്ത് നിന്ന് വലിയ തോതിലുള്ള വലിയ ആളുകളെല്ലാം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയം എന്നുള്ളത് വളരെ വലുതായിരുന്നു. അത് സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് വൻ ജനാവലി അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകുന്നതിന്, അന്തിമോപചാരം അർപ്പിക്കുന്നതിനൊക്കെ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നത്. ഏതായാലും സംസ്കാര ശുശ്രൂഷകളുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഏതാനും സമയം മാത്രമേ, നിമിഷങ്ങൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഈ കുഴിയിലേക്ക് മാറ്റാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏതായാലും വേണ്ടപ്പെട്ടവരെല്ലാം ഒരു വിതുമ്പലോടെ അദ്ദേഹത്തിന് അന്ത്യചുംബനം നൽകി അദ്ദേഹത്തെ യാത്രയാക്കുകയാണ്. അവരുടെ എല്ലാം പ്രിയപ്പെട്ട റോയിച്ചൻ അദ്ദേഹം മണ്ണിലേക്ക് മടങ്ങുകയാണ്. അതും അകാലത്തിലുള്ള ഒരു വേർപാട്. കേവലം 58 വയസ്സ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അങ്ങനെ ഒരു അകാലത്തിലുള്ള ഒരു മരണം തന്നെയാണ് സംഭവിച്ചത്. അതിൻ്റെ ഞെട്ടൽ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, ഈ അദ്ദേഹത്തെ അറിയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് കേട്ട് അറിവ് മാത്രമുള്ള നിരവധി ആളുകളിൽ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് ഈ ആത്മഹത്യ എന്നുള്ളത്. അതായത് അതിന് പിന്നുള്ള കാരണം തേടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. പക്ഷെ അപ്പോഴും നിരവധി ചോദ്യങ്ങൾ ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഈ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടൊരു വ്യക്തി, ജീവിതത്തിൽ വളരെ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വ്യക്തി, ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ, അതായത് ഒരു റെയ്ഡ് വന്നതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പിഴയടയ്ക്കേണ്ട സാഹചര്യമൊക്കെ വന്നതുകൊണ്ട് മാത്രം ജീവൻ ഒടുക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ഉയർത്തുന്നത്. ഏതായാലും അതിനുള്ള ഉത്തരം പോലീസ് തേടുന്നുണ്ട്. ബന്ധുക്കളെല്ലാം അതിൻ്റെ ഒരു ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരിൽ നിന്നെല്ലാം പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ പോലീസ് തേടുകയും ചെയ്തിരുന്നു. നിലവിൽ ഏതായാലും അത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ 2 മൊബൈൽ ഫോണുകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡയറി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന് വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് നിലവിലുള്ളത്. അതിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് ഉള്ള ഒരു വിവരം, ഇത് സംബന്ധിച്ച ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ ഒരു വാർത്താ സമ്മേളനം കോൺഫറൻസ് ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. അതിൽ നിന്ന് കൃത്യമായിട്ട് എന്താണ് അവർക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി കേൾക്കാനാകും. പോലീസ് ഏതായാലും ഇപ്പോൾ പറയുന്നത് അനുസരിച്ച് ഒരു വാക്കേറ്റം നടന്നതിൻ്റെയോ വാഗ്വാദം നടന്നതിൻ്റെയോ ദൃശ്യങ്ങളൊന്നും CCTV ക്യാമറയിൽ നിന്ന് കാണാനായിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം, എല്ലാ തലത്തിലുള്ള എല്ലാ ആംഗിളുകളും സ്പർശിക്കുന്ന ഒരന്വേഷണം ഏതായാലും നടത്തുന്നുണ്ട്. ഇപ്പോൾ അവസാന നിമിഷങ്ങളിലേക്ക്, അവസാന ഘട്ടത്തിലേക്ക് ഈ സംസ്കാര ശുശ്രൂഷകൾ എത്തുകയാണ്.
നിൽക്കുകയാണ്. പെട്ടി അടച്ചു കഴിഞ്ഞു. ഇനി അധികം സമയമില്ല അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നതിന് വേണ്ടി. അതിനുള്ള നടപടികളൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയൊരു സൗഹൃദ വലയം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ, പ്രശസ്തരും അപ്രശസ്തരുമായിട്ടുള്ള നിരവധി വ്യക്തികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ CJ റോയിയുടെ സൗഹൃദ വലയം വളരെ വലുതായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ആളുകളെല്ലാം ഇവിടേക്ക് ഒഴുകിയെത്തിയത്. എല്ലാവർക്കും ഒരു ബംഗളൂരു മലയാളികളെ സംബന്ധിച്ച് CJ റോയി ഒരു മോഡലാണ്. മറുനാട്ടിൽ വന്ന് ചെറിയ തലത്തിൽ നിന്ന് വെന്നിക്കൊടി പാറിച്ച ചുരുക്കം ചില മലയാളികളിൽ പ്രഥമ സ്ഥാനീയന്മാരിൽ ഒരാളാണ് CJ റോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പലർക്കും റോൾ മോഡൽ ആകുന്നതും. റിയൽ എസ്റ്റേറ്റ് രംഗത്തിലൂടെയാണ് അദ്ദേഹം വളർന്നത്. ഇപ്പോൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ ഇന്നിവിടേക്ക് വന്നിരുന്നു. അവർക്കെല്ലാം ഒരു മോഡൽ ആണ്. അതായത് വളർച്ചയ്ക്ക്, തങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്കൊക്കെ ആത്മവിശ്വാസം നൽകുന്ന ഒരു മോഡൽ ആണ് CJ റോയി എന്നാണ് അവരെല്ലാം പ്രതികരിക്കുന്ന ഒരു കാര്യം. ഏതായാലും ഇപ്പോൾ സംസ്കാര ശുശ്രൂഷകൾ അന്ത്യഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമിത മണ്ണിലേക്ക് അലിഞ്ഞു ചേരാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്ത് അന്ത്യാഭിലാഷം പോലെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നത്. നിലവിൽ ഏതായാലും സാധാരണ രീതിയിൽ പള്ളിയിൽ നടക്കേണ്ട ചടങ്ങാണ് ഇങ്ങനെ ഈ സ്വന്തം സ്ഥലത്ത് ഇങ്ങനെ നടത്തുന്നത്. പള്ളിയിലെ ആചാരപരമായിട്ടുള്ള ശുശ്രൂഷകൾക്ക് ശേഷമാണ് ഈ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തിച്ചത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് ഈ മൃതദേഹം മണ്ണിലേക്ക് അലിഞ്ഞു ചേരും. ഏതായാലും CJ റോയി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കാലം കഴിച്ച് ഇപ്പോൾ മടങ്ങുകയാണ്. വലിയ ഒരു ജനാവലിയുടെ പ്രാർത്ഥന, അദ്ദേഹം സഹായിച്ച നിരവധി വ്യക്തികളുടെ ഒരു പ്രാർത്ഥനകൾ, അവരുടെ കണ്ണീര്, ഇതൊക്കെ സാക്ഷിയാക്കിയാണ് ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും രാവിലെ മുതൽ ആരംഭിച്ച പൊതുദർശനത്തിൽ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. അവർക്കെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഓരോ കഥയുണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്. അവർക്കെല്ലാം ചിലർക്ക് അദ്ദേഹം വളരെയധികം സഹായിച്ചിട്ടുണ്ട്, ചിലർക്ക് അദ്ദേഹം സുഹൃത്തായിരുന്നു. 1 മണിക്കൂർ പോലും അദ്ദേഹത്തിൻ്റെ ഒപ്പം ചിലവഴിച്ചതുകൊണ്ട് മുൻകാലങ്ങളിൽ 1 മണിക്കൂർ അദ്ദേഹത്തോടൊപ്പം ചിലവഴിച്ച ചില മനുഷ്യർ ഇവിടേക്ക് എത്തിയിരുന്നു. അവർക്ക് പറയാനുള്ളത് 1 മണിക്കൂർ നേരം കൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടാൻ CJ റോയി എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യന് ആയി. അതിൻ്റെ ഒരു കഥകളാണ് അവർക്കെല്ലാം പറയാനുണ്ടായിരുന്നത്. ഏതായാലും അങ്ങനെ ഉള്ള ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ കാല യവനികയിലേക്ക് തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ് ഇനി സ്വാഭാവികമായിട്ട് നമ്മൾ പോവുക. ഇന്ന് വരെ ഈ ഒരു മരണമുണ്ടാക്കിയ ഞെട്ടലും അതിൻ്റെ സംസ്കാര ചടങ്ങുമൊക്കെ ആ നിലയ്ക്ക് കണ്ടു. വളരെ വൈകാരികമായ നിമിഷങ്ങളാണ്.
ഇത്ര കുറഞ്ഞ കാലം കൊണ്ട് ഇത്രയും വലിയ വളർച്ചയിലേക്ക് എത്തിയൊരു വ്യവസായി ഒരു പരിശോധനയുടെ ഭാഗമായി നിൽക്കെ പെട്ടെന്ന് സ്വയം മരണത്തെ വരിക്കുക എന്നത് എല്ലാവരെയും ഞെട്ടിപ്പിച്ച സംഭവമാണ്. പക്ഷെ എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം, എന്തുകൊണ്ട് മരണത്തിലേക്ക് പോകേണ്ടി വന്നത് എന്നതൊക്കെ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം കർണാടക സർക്കാർ തന്നെ ചുമതലപ്പെടുത്തിയ SIT അതിൻ്റെ പ്രാഥമികമായ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നു. അന്വേഷണത്തിൽ എന്താണ് സംഭവിച്ചത് എന്നൊരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും ഇൻകം ടാക്സ് വകുപ്പിൻ്റെ കൃത്യമായ വിശദീകരണം, സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഡിസംബർ മുതൽ തുടങ്ങിയ പരിശോധനകൾ, രേഖകൾ അവരുടേതായി കൈവശം വെച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 30-നും 10 പേരടങ്ങുന്ന സംഘം അങ്ങോട്ടേക്ക് എത്തുകയും ആ നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് അദ്ദേഹം ക്യാബിനിലേക്ക് പോയി ഇങ്ങനെ സ്വയം വെടിവെച്ച് മരണത്തെ ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ ഏജൻസികളുടെ സമ്മർദ്ദം, വേട്ടയാടൽ കൊണ്ടുള്ള മരണം എന്ന നിലയ്ക്കുള്ള ഒരു ആരോപണം സ്വാഭാവികമായിട്ടും കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തലോ സമ്മർദ്ദമോ ഉണ്ടായിട്ടില്ല എന്നതാണ് ഇൻകം ടാക്സിൻ്റെ വിശദീകരണം. ഇത് ശരി, ഏത് തെറ്റ് എന്നതൊക്കെ അന്വേഷണത്തിലാണ് നമുക്ക് ബോധ്യപ്പെടാനുള്ളത്. ചൊവ്വാഴ്ച കോൺഫിഡൻസ് ഗ്രൂപ്പ് കൊച്ചിയിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ നിലവിലുണ്ടായ സംഭവങ്ങൾ ഈ മരണത്തിലേക്ക് നയിച്ചതിൽ അവരുടേതായ ഒരു വേർഷൻ എന്താണ് സംഭവിച്ചത് എന്നത് അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ പൂർണ്ണമായും അന്വേഷണ പരിധിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അന്തിമ പ്രാർത്ഥന നടക്കും. Yeah, that is the best thing. Our Father who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Hail Mary, full of grace. Glory be to the Father, and to the Son, and to the Holy Spirit. As it was in the beginning, is now, and ever shall be, world without end. Our Father who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Hail Mary, full of grace, the Lord is with thee. Blessed art thou amongst women, and blessed is the fruit of thy womb, Jesus. Glory be to the Father, and to the Son, and to the Holy Spirit. As it was in the beginning, is now, and ever shall be, world without end. Our Father who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us today daily bread, forgive us our trespasses, as we forgive those who trespass against us. Lead us not into temptation, but Hail Mary, full of grace, the Lord is with thee. Blessed art thou amongst women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. Glory be to the Father, and to the Son, and to the Holy Spirit. As it was in the beginning, is now, and ever shall be, world without end. Amen.